അനുജ, നിലമ്പൂരിൽ സ്വരാജിന് എന്തു പറ്റി എന്നുള്ള ചർച്ചകളാണ് അവിടെ. ഷൗക്കത്തിന്റെ വിജയത്തെക്കാൾ വലിയ ചർച്ചയാവുന്നത് സ്വരാജിന്റെ തോൽവി തന്നെയാണെന്ന് നിസ്സംശയം പറയാം. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് അതാണ്. അതായത് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ ഇറക്കിയിട്ട് പോലും എന്തുകൊണ്ട് ജയിച്ചില്ല, കാരണങ്ങൾ ചകയുകയാണ്. അതുപോലെ CPI ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 അംഗ സമിതി പഠിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് പറ്റിയത്? അത് എനിക്കൊന്ന് ഇനി അവിടുത്തെ നേതൃത്വമായിട്ട് ജില്ലാ കമ്മിറ്റി ആയിട്ടൊക്കെ 3 അംഗ സമിതി, അങ്ങനെ അത് മണ്ഡലം കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തായിരിക്കും ഇനി ഇതിനകത്തൊരു ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. ഇപ്പോൾ CPIക്ക് പ്രാഥമിക കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് സ്വരാജ് അത്ര പോരാ, ജനങ്ങളുടെ ഇടയിൽ അത്ര സ്വീകാര്യനല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലൈവ് ആയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യം, സ്വരാജ് ഒരു വ്യക്തി എന്ന നിലയിൽ നല്ലൊരാൾ തന്നെയാണ്, ഒരു സാഹിത്യകാരൻ എന്ന നിലയിലൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഒരു ജനങ്ങൾ നമുക്കറിയില്ല അത് എത്രത്തോളമാണ്. കാരണം ഇപ്പോൾ നടത്തുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ പരാജയം ഏറ്റുവാങ്ങിയാൽ ജനസമ്മതി അത്രയ്ക്ക് ഇല്ലേ എന്നുള്ള ചോദ്യം വരുന്നു. മാത്രമല്ല, സാധാരണക്കാർക്കിടയിൽ ഇത്രയും സാഹിത്യ ഭാഷ കൊണ്ട് ആറാടി നടന്നാൽ രക്ഷയുണ്ടോ എന്നുള്ള ചർച്ചകളും നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊരു ജനകീയ മുഖം സ്വരാജിനുണ്ടോ എന്ന ചർച്ചകൾ നമ്മൾ ആദ്യം മുതലേ തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഉത്തരം കൂടിയായിരുന്നു മിനിങ്ങാന്ന് നമ്മൾ കണ്ടത്. സ്വരാജിന് കനത്ത തോൽവി തന്നെയാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു ജനകീയ മുഖത്തിനെ ഇറക്കിയിട്ട് എന്തുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഇടതുകോട്ടയ്ക്ക് വലിയ നാണക്കേടാണ്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെങ്ങനെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ ഇനി എന്ത് ക്യാപ്സ്യൂൾ ഇറക്കി സാധാരണ ഇപ്പം കൈവിട്ട് പോയ ജനങ്ങളെ കയ്യിലെടുക്കണമെന്നുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഇടതുകോട്ടയുള്ളത്. അപ്പോൾ CPIയുടെ ഇനി പഠനം കൊണ്ട് എന്തെങ്കിലും രക്ഷയുണ്ടോ മനുഷ്യ? നോക്കൂ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇവരിങ്ങനെ പഠനങ്ങൾ നടത്തി. ഇപ്പൊ CPM അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. ക്യാപ്സ്യൂളുകളാണ് ആദ്യം ഇറക്കിയത്. അത് ജമാഅത്തയുടെ വോട്ടുകൾ UDF പിടിച്ചു, അൻവർ കുറച്ച് വോട്ടുകൾ പിടിച്ചു. ആ ഷൗക്കത്തിന് ലഭിക്കുന്ന 16,100 എന്നുള്ള, അല്ലെങ്കിൽ 11,000 എന്നുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവർ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതായത് ഇലക്ഷനിൽ ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കാരണം ജമാഅത്തെയും RSSും ഒക്കെ വോട്ട് ഇങ്ങോട്ട് മറിച്ച് ഷൗക്കത്തിനെ ജയിപ്പിച്ചു എന്നുള്ളതായിരുന്നു ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ ആദ്യമായി എല്ലാവരും ഇറക്കുന്നത്. ഇവർ തോറ്റു കഴിഞ്ഞാൽ ഉറപ്പായും ക്യാപ്സ്യൂൾ ഇറക്കും. നോക്കൂ, ശിവൻകുട്ടിയോട് ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അത് ജമാഅത്തയുടെ വോട്ട് കിട്ടിയത് കൊണ്ടാണ് സ്വരാജ് തോക്കുന്നതും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നതെന്ന് പറയുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ അവർ വർഗീയ വോട്ടുകളാണ് കിട്ടിയെന്ന് പറയുമ്പോൾ അതേ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു, അങ്ങനെയാണ് നിങ്ങൾ PDP നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ക്യാപ്സ്യൂൾ ശിവൻകുട്ടിക്ക് അറിയില്ലായിരുന്നത് കൊണ്ട് ശിവൻകുട്ടി അതിന് മറുപടി പറയുന്നില്ല. അതായത് ഇവർക്കൊക്കെ എന്തുമാകാം. ഇനി ജയിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു? PDPനെ ഇവരുടെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇവർ എന്ത് ചെയ്യുമായിരുന്നു? നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് വർഗീയ പാർട്ടി അല്ല എന്ന് എഴുതി വെക്കുമായിരുന്നു. ഇതിപ്പോൾ തോറ്റുപോയതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വരാജ് എന്ന് പറയുന്ന ആൾ ഫേസ്ബുക്കിൽ മാത്രം ഓളം സൃഷ്ടിക്കുന്നൊരു നേതാവാണ്. തൃപ്പൂണിത്തറയിൽ ജയിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത K ബാബുവിനെ തോൽപ്പിച്ചാണ്, ജനകീയനായ K ബാബുവിനെ തോൽപ്പിച്ചാണ് തൃപ്പൂണിത്തറയിൽ ജയിക്കുന്നത്. പക്ഷേ ഈ സ്വരാജിൻ്റെ ഒരു പ്രശ്നം, ആളുകളോട് സംസാരിക്കില്ല. ഈ ഞങ്ങളുടെ നാട്ടിലും ഞാനൊരു CPM പശ്ചാത്തലമുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള കുറച്ചുകൂടെ എന്താ പറയുക, CPI IMകാർ, MLകാർ, എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളുമൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ആൾക്കാരാണ്. ഇവർ അടിസ്ഥാനപരമായി വിചാരിക്കുന്ന ഒരു കാര്യം, ആളുകളോട് ചിരിക്കേണ്ട, വർത്തമാനം പറയരുത്. ഒരു രാഷ്ട്രീയക്കാരൻ, CPM കാരെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കാർക്കശ്യം എന്ന രീതിയിലാണ് കണ്ടുവച്ചിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ നാടും നാട്ടുകാരും ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയി. ഞാനതിൽ അങ്ങനെ ഒരാളെ അല്ല സത്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യം. K ബാബു എന്തുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിൽ ജയിക്കുകയും എന്തുകൊണ്ട് സ്വരാജ് തോൽക്കുകയും ചെയ്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. K ബാബു ജനകീയനായിരുന്നു. അവിടെ കല്യാണങ്ങൾക്ക് പോകും, ആളുകളോട് മിണ്ടും, മരണമുണ്ടെങ്കിൽ അവിടെ പോകും, വർത്തമാനങ്ങൾ പറയും, ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാം. ഒരാളെ കണ്ട് പിറ്റേ ദിവസം ഉമ്മൻചാണ്ടി ഞാൻ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്താണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത, അല്ലെ ചാണ്ടിയുമ്മിൻ്റെ പ്രത്യേകത? നമ്മളെ ഒന്ന് ഒരു തവണ കണ്ടാൽ മതി, തൊട്ടടുത്ത ദിവസം നമ്മളോട് ഇങ്ങോട്ടൊന്ന് കുശലം പറയും. എന്തുകൊണ്ടാണ് PC ജോർജിനെ ആ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം? ജനകീയനായതുകൊണ്ടാണ്. അപ്പാർട്ട് ഫ്രം ദർ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അവർ വികസനം കൊണ്ടുവരുന്നു എന്നതിനേക്കാളൊക്കെ ഉപരിയായി വിളിച്ചാൽ വിളിപ്പുറത്തുള്ളൊരു നേതാവുണ്ട്, അല്ലെങ്കിൽ ആ നേതാവ് ഞങ്ങളുടെ ആളാണെന്നുള്ളൊരു ഞങ്ങളുടെ ഫീലിംഗ് അവിടെ സ്വരാജിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം പരാജയപ്പെടുന്നത്. വികസനം വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു ജനകീയ മുഖം സ്വരാജിനില്ല. മാത്രമല്ല, സ്വരാജ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള, ഞാൻ പറയുന്നത്, നന്നായിട്ട് എഴുതുമായിരിക്കും, കുറെ നല്ല ഭാഷയിലൊക്കെ താത്വികമായി നടത്തുന്ന അവലോകനങ്ങൾ പലതും മണ്ടത്തരമാണ്. ഇപ്പൊ പൂമരത്തെക്കുറിച്ചും
ഭൂമരത്തിന് എന്നൊരു രാഷ്ട്രീയക്കാരൻ അതിൻ്റെ ഒരു പുസ്തകത്തിന്റെ മണ്ടത്തരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അതിന്റെ സത്യാവസ്ഥകളൊക്കെ. മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ മുഴുവനും ഇറക്കിയാണ് സ്വരാജിന് വേണ്ടി വോട്ട് പിടിക്കുന്നത്. അവരെല്ലാം ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താ പറയുക നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വരാജിനെ കുത്തുകയുള്ളായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരെ കണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല നിലമ്പൂരുകാർക്ക് വേണ്ടത്. നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നം എന്താ? നിലമ്പൂരിൽ വികസനമില്ല. അവിടെയുള്ള സാധാരണക്കാര്, കുടിയേറ്റ കർഷകർ, ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവർക്കൊരു ആശുപത്രി പോകണമെങ്കിൽ 80 കിലോമീറ്റർ ഇപ്പുറത്ത് വരണം. 9 വർഷം തുടർച്ചയായി CPM ഭരിച്ച ഒരു നിയോജക മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇതിനു മാത്രം പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ആളുകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യണ്ട. ഗോവിന്ദൻ മാഷ് എന്താണ് പറഞ്ഞത്? ഭരണവിരുദ്ധ വികാരമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നേതൃയോഗങ്ങള്, സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിനകത്ത് പഠിക്കുന്ന വിഷയവും ഇത് തന്നെയാണ്. ഇതിനകത്ത് പിണറായിക്കെതിരെ അതിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചർച്ച. എന്തായാലും സ്വാഭാവികമായിട്ട് അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയാം. പിണറായി ഭക്തന്മാർ അതിനകത്ത് എന്താ പറയുക സന്തുഷ്ടത രേഖപ്പെടുത്തി ആളുകൾക്ക് അതങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതി. കാരണം അതിനകത്ത് വിരുദ്ധമായിട്ടൊരു ഇത് വരാൻ വന്നു കഴിഞ്ഞാൽ അത് ഇലക്ഷനെ ബാധിക്കുമെന്ന് അവർക്കറിയാം. അനുജ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. ആളുകളുടെ അടുത്ത് നമ്മൾ കാണിക്കുന്ന കുറച്ച് പൊളിറ്റിക്കൽ ഗിമ്മിക്സ് ഉണ്ട്. അത് സത്യമാണ്. നമ്മൾ ഗിമ്മിക്സ് അല്ല ശരത്. ഇപ്പോ ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ പോലും കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, അതായത് നേരത്തെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ മൂക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഈ കോട്ടയത്ത് നിന്ന് വരുന്ന, എനിക്കറിയത്തില്ല തിരുവനന്തപുരത്ത്, ഞാൻ കോട്ടയംകാരിയാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ അവിടെ എന്താ വെച്ചാൽ കുറച്ചുകൂടെ റൂറൽ ഏരിയ. അപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നാ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്ന് പറയാൻ മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു അതുവരെ ഇല്ലാത്തൊരു സ്നേഹം ഇലക്ഷൻ കാലത്ത് മാത്രം അവിടെ കോൺസെൻട്രേറ്റ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആളുകൾക്ക്, കാരണം ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. മുകേഷിന്റെ കാര്യമൊക്കെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഒരു മിക്സ് എന്ന് തന്നെ പറയണം. അതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവിടെ സ്വരാജ് സ്വീകരിച്ച നടപടികൾ തുടക്കം മുതൽ നോക്കുക. ഹമാസിനെ അവിടെ പ്രൊമോട്ട് ചെയ്യുക, അവിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ ചോദ്യം ചെയ്യുക, പഹൽഗാം അറ്റാക്കിൽ കണ്ണീര് പൊഴിക്കാതെ ഹമാസിന് വേണ്ടി സംസാരിക്കുക, അങ്ങനെ വരുമ്പോഴത്തേക്കുമുള്ള ഒരു വിഷയങ്ങൾ ആളുകൾ ഇതൊക്കെ തിരിച്ചറിയും. വിനോദത്തിന് പ്രധാന കാര്യം നോക്കൂ, ഈ സ്വരാജ് പറഞ്ഞത് RSS ആളുകളാണ്. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സ്വരാജ് തോറ്റതിന്റെ ന്യായീകരണമായി RSSകാർ ആഘോഷത്തിലാണ്, അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വോട്ടുകൾ മറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ ക്യാപ്സൂൾ. നോക്കൂ, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. ഹിന്ദു പാർട്ടിയായി CPMന് അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നത് അവർ ചോർച്ചയുണ്ടെന്ന് അവർക്ക് വളരെ വ്യക്തമാണ്. പിന്നെ ഈ നോക്കൂ, നിലമ്പൂരിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. നിലമ്പൂരിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ഹിന്ദുക്കളുമുണ്ട്. സ്വരാജിന്റെ കഴിഞ്ഞ കുറേ നാളുള്ള പ്രസ്താവനകൾ നോക്കൂ. ഞാൻ മതവിശ്വാസിയൊന്നുമല്ല, പക്ഷേ സ്വരാജ് നടത്തിയ പല പ്രസ്താവനകളും അവർക്ക്, ഞാൻ പറഞ്ഞ അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഒരുപാട് വേദനയും വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഇവരെന്നാണൊന്ന് സ്വയം വിമർശനത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമേ നടക്കാൻ പോകുന്നില്ല. ഇവരിപ്പോഴേ ഒരു 3ാം തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ. സ്വരാജ് ഇനിയും നിന്നാലും തോക്കുമെന്നാണ് ഞാൻ പറയുന്നത്. തോക്കണം എന്നുള്ളതാണ്. ഇത്ര അഹങ്കാരമുള്ള ഒരാൾ MLA ആകാൻ പാടില്ല സത്യത്തിൽ. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഡേയുടെ അന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട്, വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഓരോ ഇലക്ഷനും എനിക്ക് പുതുമയുള്ളതാണ്. ഈ പരമ്പരാഗത വോട്ടുകൾ എന്നുള്ള കാര്യങ്ങളിൽ എനിക്ക് വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ആളുകൾ ഓരോ തവണയും ആ ഒരു ഇലക്ഷനെ കുറിച്ച് മാത്രം ആലോചിക്കണം. അതുകൊണ്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDF-ലുള്ളവർ UDF-ന് മാത്രമേ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഇതൊന്നും പ്രചരിക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ആളാണ് ഇപ്പോൾ തോറ്റപ്പോൾ കിടന്ന് ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് മെഴുകുന്നത്. അതാണ് ഏറ്റവും വലിയ സങ്കടപരമായിട്ട് കാര്യം. ഞാൻ അന്ന് വിചാരിച്ചു അദ്ദേഹം പറയുന്ന കാര്യം എന്ത് കറക്റ്റാണ്. ഇപ്പോൾ ഇലക്ഷൻ സത്യം പറയാൻ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആകട്ടെ. പല കാര്യങ്ങൾ കൊണ്ട് ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നും വീഴാതെ ഒരാളിപ്പോൾ ആ തവണത്തെ, അതായത് ആ സമയത്തെ അയാളുടെ പ്രവർത്തനം എങ്ങനെയാണ് അത് വിലയിരുത്തി വോട്ട് ചെയ്യുന്നത് എത്ര നല്ലതായിരുന്നു. അങ്ങനെ ചിന്തിച്ച ആളാണ് ഇപ്പോൾ വന്നിട്ട് തോൽവി സത്യം പറഞ്ഞാൽ അംഗീകരിക്കുക. അതാണ് ഏറ്റവും പക്വതയായ കാര്യം. ജനങ്ങൾ വിധി ചെയ്തത്. അപ്പൊ ജനങ്ങളെ ചോദ്യം ചെയ്ത് തുല്യമായിപ്പോ. ഇപ്പോൾ സ്വരാജ് തോറ്റെങ്കിൽ അത് ജനങ്ങൾ എഴുതിയ വിധിയാണ്. ഇപ്പോൾ അവിടെ പറയുമ്പോഴത്തേക്ക് അവിടെയുള്ള ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകം നമുക്ക് കണ്ടെത്താൻ പറ്റില്ലല്ലോ ആരാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അതിനെ തന്നെ അടിസ്ഥാനപ്പെടുത്തി ഇവരാണ് വോട്ട് മറിച്ചത്, അല്ലെങ്കിൽ ഇവരാണ് അതിന് കാരണം, ഇവരാണ് നമുക്ക് വോട്ട് ചെയ്യാത്തത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ജനങ്ങളാണ് തീരുമാനിച്ചത്. അങ്ങനെ അവിടെ ഒരു വോട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ മുമ്പിൽ അവിടെ ഒരു RSSകാരനോ CPM കാരനോ BJP കാരനോ UDF കാരനോ ലീഗുകാരനോ PDP-യോ ജമാഅത്തെ ഒന്നൊന്നുമില്ല. എല്ലാവരും വോട്ടർമാരാണ്. അങ്ങനെയാണ് ഇവർ പ്രവർത്തനം നടത്തുമ്പോഴും അങ്ങനെയല്ല പറയുന്നത്. ഇപ്പം PDP കാരന്റെ വീട്ടിൽ പോയിട്ട് ഒരു വോട്ട് തേടാതിരിക്കോ? എല്ലായിടത്തും വോട്ട് ചെയ്തും അങ്ങനെയല്ലേ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആരുടെ തലയിലും കെട്ടിവെക്കാൻ പറ്റില്ല. ഇവർ തോറ്റെങ്കിൽ അതിന് ഉത്തരവാദി ഇവർ തന്നെയാണ്. വിരുദ്ധ വികാരം നോക്കൂ. ആശാവർക്കർമാർ കഴിഞ്ഞ 130 ദിവസങ്ങൾക്ക് മുകളിലായി തിരുവനന്തപുരം താമസിക്കുന്ന നമുക്ക് അതിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ സങ്കടം വരും. ഈ ഇത്രയും ദിവസമായി തൊഴിലാളി വർഗ പാർട്ടി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന CPM ഭരിക്കുന്ന ഈ നാട്ടിൽ
ആശാ വർക്കർമാരുടെ സമരം ന്യായമോ അന്യായമോ എന്താണ് ചർച്ചകൾക്കപ്പുറം അതൊരു ചർച്ചയിലേക്ക് വരാൻ പോലും തയ്യാറല്ല. എന്താ ഭരണവിരുദ്ധ വികാരം? സമരം നടക്കല്ലേ, സമരം നടത്തിക്കോട്ടെ എന്ന് പറയുന്ന ധാർഷ്ട്യം, ആ ധാർഷ്ട്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അന്യായമായ ഈ ഞാൻ സാധാരണങ്ങളുടെ വിലക്കയറ്റം, റോഡിൻ്റെ ദുരന്ത അവസ്ഥ, ഈ ധാർഷ്ട്യം, അനാവശ്യമായിട്ടുള്ള ഈ എന്താ പറയുക സ്വജനപക്ഷപാതം അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നീ. മാത്രമല്ല നിലമ്പൂരിലെ ഗ്രൗണ്ട് റിയാലിറ്റി അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതാണ്. അവർക്ക് വന്യജീവി ആക്രമണം കാരണം പൊറുതിമുട്ടി, അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ, അവർക്ക് വികസനമില്ല, അവർക്കൊരു ആശുപത്രിയില്ല, കയറി കിടക്കാൻ നല്ലൊരു സ്ഥലമില്ല, പ്രകൃതി ദുരന്തങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്തെ നോക്കി നിന്നിട്ട് അത് മുഴുവൻ വർഗീയ വോട്ടാണ്, അതുകൊണ്ടാണ് ഇയാൾ ജയിച്ചത് എന്നല്ല. പിന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വ്യക്തിപ്രഭാവം അതും എടുത്ത് പറയേണ്ടതുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് എന്താ ജമാഅത്തേക്കാർക്ക് ഇഷ്ടമാണോ? അല്ല. ജമാഅത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വ്യക്തിയുള്ള ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. എല്ലാവരും വോട്ടൊന്നും ആര്യാടന് വീണിട്ടുണ്ടോ? ഇല്ല. ആര്യാടന് ശരിക്കും ഒരു 15,000 വോട്ടിൻ്റെ മേലെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതാണ്. സത്യത്തിൽ അത്രയും വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ വോട്ട് ഇവിടുന്നും കോൺഗ്രസ് പാളയത്തിൽ നിന്നും മറിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൽ നല്ല ലീഗിൽ നിന്നും കിട്ടാമെന്ന് പ്രതീക്ഷിക്കുന്ന പലയിടങ്ങളിലും മറിഞ്ഞിട്ടുമുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നതിന് ആഫ്റ്റർ ഓൾ അത് ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ അൻവർ കാണിച്ചൊരു പക്വത പോലെ എനിക്ക് ഇത് തോന്നില്ല. കാരണം അതാണ് നോക്കേണ്ടത്. സ്വരാജ് എത്രയോ താഴെയായി പോയി ഇതിനകത്ത്. നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. കാരണം പൊളിറ്റിക്സ് പല രീതിയിലും കാണിച്ച നിറകേടുകൾ കാണിച്ചിട്ട് ഒരാൾ കൂടിയാണ് അൻവർ. അയാൾ പോലും ഇതിനകത്ത് തോൽവി അംഗീകരിച്ച അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ സ്വരാജിനെ പോലെ നേരത്തെ കുറെ പേര് ഇതുകൂടെ പറയാതെ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് നിലമ്പൂരാണ് തോറ്റത്, സ്വരാജ് അല്ല നിലമ്പൂരാണ് തോറ്റത് എന്നൊക്കെ പറഞ്ഞ ഇത് ക്യാപ്സൂൾ ഇറക്കാണ്. തോറ്റു, അതാണ് പഠിക്കില്ല. തോറ്റത് സ്വരാജ് അല്ല നിലമ്പൂരാണ്. ഞാനിത് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ എഴുതി വെച്ചു ഇതായിരിക്കും അവന്മാർ അടുത്ത് ഇറക്കാൻ പോകുന്ന മീം എന്നുള്ളത്. എന്തായാലും സ്വരാജും പാർട്ടി മനസ്സിലാക്കേണ്ടത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. നിങ്ങൾ വോട്ടിംഗ് മെഷീനെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ സാധാരണക്കാരെ ജനങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയെങ്കിലും ഞങ്ങളെപ്പോൾ ആളുകളെ പാർട്ടി ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളൊന്ന് ജനങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് ഇറങ്ങാൻ നന്നായിരിക്കും.